അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കക്കറോട്ടിയാണ്. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, സാധാരണ നമ്മൾ തേങ്ങ അരച്ചിട്ടല്ല ഉണ്ടാക്കിയത്. സിമ്പിള് തട്ടിക്കൂട്ട് കക്കറോട്ടി. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് അതൊക്കെ ഇട്ട് മിക്സാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന്. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം വോയിസിൽ പറയുന്നത്. പിന്നെ അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ല രീതിക്ക് വെന്ത് വരട്ടെ. അങ്ങനെ വെന്ത് വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നല്ല രീതിക്കൊന്ന് മസാലയായിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഉപ്പ് കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതെൻ്റെ മോനാന്നിങ്ങനെ പറയുന്നേ, അപ്പോൾ ഒന്നും വിചാരിക്കരുത്. പിന്നെ അതൊന്ന് മിക്സാക്കി കൊടുത്ത് കുക്കറൊന്ന് മൂടിക്കൊടുക്കാം. ഒരു 2 വിസിൽ അടിക്കട്ടെ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വറ്റിക്കണമെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ, നല്ലോണമൊന്നും വറ്റിക്കുന്നില്ല. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കക്കറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാം. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം. നല്ല രീതിക്ക് ലൂസും ആവറ്, നല്ലോണം കട്ടിയും ആവറ്. ഇനി അതിൽ നിന്നൊരു ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇനി അത് കൈയിൻ്റെ ഉള്ളം കൈമേലേക്ക് വെച്ചിട്ട് ചെറുതായി ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് വിരൽ വെച്ചിട്ട് അതിൻ്റെ നടുക്കൊന്ന് അമർത്തി കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് അധികവും കക്കറോട്ടി ഉണ്ടാവല്. അപ്പോൾ അതുപോലെ തന്നെ ആക്കിയെടുക്കാം. അങ്ങനെ ഓരോന്നും ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ
താഴത്തെ തട്ട് മാത്രം വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെള്ളം ഒന്ന് നല്ല രീതിക്കൊന്ന് ചൂടാക്കും. അതിനുശേഷം ഓഫാക്കിയിട്ടിട്ടാണ് ഇത് വെച്ച് കൊടുക്കൽ. അതാവുമ്പോൾ ആ ഒരു ആവിക്കത്താവുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. സാധാരണ ഒട്ടിപ്പിടിക്കുമെന്ന് അറിയില്ല, ഞാനങ്ങനെ ഉണ്ടാക്കൽ. പിന്നെ ചിക്കൻ കറി റെഡിയായിട്ട് ചിക്കൻ കറി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കക്കറോട്ടീൻ്റെ ഇത് നമുക്കതിലേക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി അത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്കൊരു സാധനം ഇടാനുണ്ട്. നിങ്ങളെല്ലാവരും ചിക്കൻ കറി അരച്ചിട്ടായിരിക്കുമല്ലോ ഈ കക്കറോട്ടിക്ക് ആക്കുന്നുണ്ടാകുക. പക്ഷേ ഞാൻ അരച്ചിട്ടല്ല ആക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഇനി തട്ടിക്കൂട്ട് കക്കറോട്ടിക്ക് വരാൻ തന്നെ കാരണം. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയതല്ല, ഇത് വാങ്ങാൻ കിട്ടുന്ന ഉണങ്ങിയ തേങ്ങയില്ലേ, ചിരകിയിട്ട് ഉണക്കിയ തേങ്ങയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. സൂപ്പറാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി കഴിയുമ്പോൾ നല്ല സാധാ തേങ്ങ ഇട്ട പോലെ തന്നെ അതേ ടേസ്റ്റിൽ അതേ കട്ടിയും കാര്യം എല്ലാം കിട്ടും. അപ്പോൾ ഇപ്പം വറവെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയല്ല ഞാൻ തേങ്ങേൻ്റെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ഇടലാന്ന്. അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതൊന്ന് കുറച്ചൊരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കറോട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.